നമസ്കാരം. ധനുഷ് പി എസ് സി ടിപ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നടന്ന LDC എക്സാമിൻ്റെ പ്രൊഫഷണൽ ആൻസർ കീയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 122/2024 കാറ്റഗറി കോഡ് 103/23 അറിയാമല്ലോ. എക്സാം ഡേറ്റ് 7 സെപ്റ്റംബറിനായിരുന്നു. പ്രൊഫഷണൽ കീയാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവരിൽ ആരാണ് കേരള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമല്ലാതിരുന്നത്? കേരള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമല്ലാതിരുന്നത്. ഓപ്ഷൻസ്: AV കുട്ടിമാളു അമ്മ, T സുനന്ദ അമ്മ, അക്കാമ ചെറിയാൻ, ആനി മസ്കിൻ. ആൻസർ ഓപ്ഷൻ ബി, T സുനന്ദ അമ്മയാണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് വൺ. വന്ദേ മാതരം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ എ, ഉറുദു പത്രം. വന്ദേ മാതരം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ എ, ഉറുദു പത്രം. നെക്സ്റ്റ് വൺ. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. ഇത് ആരുടെ വാക്കുകളാണ്? മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. ഇത് ആരുടെ വാക്കുകളാണ്? ആൻസർ ഓപ്ഷൻ എ, ജോൺ ലോക്ക്. ഓപ്ഷൻ എ, ജോൺ ലോക്ക്. നെക്സ്റ്റ് വൺ. സൺയാറ്റ് സെന്നിൻ്റെ തത്വങ്ങൾ ഏവ? സൺയാറ്റ് സെന്നിൻ്റെ തത്വങ്ങൾ ഏവ? ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം, സ്വാതന്ത്ര്യം എന്നിവയുണ്ട്. ആൻസർ ഓപ്ഷൻ സി, 2ഉം 3ഉമാണ്. ജനാധിപത്യം, സോഷ്യലിസം. സൺയാറ്റ് സെന്നിൻ്റെ ആശയങ്ങൾ, തത്വങ്ങൾ ഏവ? ജനാധിപത്യം ആൻഡ് സോഷ്യലിസം. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ. നെക്സ്റ്റ് വൺ. UN ഇപ്പോൾ എത്ര അംഗങ്ങളാണ് ഉള്ളത്? UN ഇപ്പോൾ എത്ര അംഗങ്ങളാണ് ഉള്ളത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 193. ഓപ്ഷൻ ഡി, 193. UN ഇപ്പോൾ എത്ര അംഗങ്ങളുള്ളത്? 193 അംഗങ്ങൾ ഉണ്ട്. നെക്സ്റ്റ് വൺ. ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി ഏതാണ്? ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, നാങ്കിങ് ഉടമ്പടി. ഓപ്ഷൻ എ, നാങ്കിങ് ഉടമ്പടി. ഓപ്ഷൻ എ, നാങ്കിങ് ഉടമ്പടി. ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി ഏതാണ്? ഓപ്ഷൻ എ ആണ്, നാങ്കിങ് ഉടമ്പടി. നെക്സ്റ്റ് വൺ. ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എങ്ങനെയും അറിയപ്പെടുന്നു? ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എങ്ങനെയും അറിയപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ്, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ഓപ്ഷൻ എ, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്ന് അറിയപ്പെടുന്നു. എന്ത്? ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ്. ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. നെക്സ്റ്റ് വൺ. സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ ഭ്രമണത്തിൽ സംഭവിക്കുന്ന പെരിഹീലിയൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ ഭ്രമണത്തിൽ സംഭവിക്കുന്ന പെരിഹീലിയൻ എന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, സൂര്യനും ഭൂമിയും അടുത്തടുത്തായി. സൂര്യനും ഭൂമിയും അടുത്തടുത്തായി. ഓപ്ഷൻ എ ആണ് ആൻസർ. സൂര്യനും ഭൂമിയും അടുത്തടുത്തായി പറയുന്ന പേരാണെന്ത്? പെരിഹീലിയൻ. പെരിഹീലിയൻ. നെക്സ്റ്റ് വൺ. നമ്മുടെ അന്തരീക്ഷപാളികളിൽ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ്. നമ്മുടെ അന്തരീക്ഷപാളികളിൽ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ് ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ആർദ്രത. ജലാംശമാണെന്ത്? ആർദ്രത. നെക്സ്റ്റ് വൺ. റിമോട്ട് സെൻസിംഗ് സാങ്കേതിക വിദ്യയുടെ ആധുനികവൽക്കരണത്തിന് ഇന്ത്യയുടെ സംഭാവന ഏറെ പ്രസക്തമാണ്. ഇന്ത്യയുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്ററിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഇന്ത്യയുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്ററിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി, ഹൈദരാബാദ്. ഓപ്ഷൻ സി, ഹൈദരാബാദ്. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്റർ എവിടെയാണ്? ഹൈദരാബാദ്. ആൻസർ ഓപ്ഷൻ സി ആണ്, ഹൈദരാബാദ്. നെക്സ്റ്റ് വൺ. ഉൾനാടൻ ജലപാതകൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുന്നു. ദേശീയ ജലപാത 4 ഇന്ത്യയിൽ ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ദേശീയ ജലപാത 4 ഇവയിൽ ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ബ്രാഹ്മണി മഹാനദി ഡെൽറ്റ. ഓപ്ഷൻ സി ആൻസർ, ബ്രാഹ്മണി മഹാനദി ഡെൽറ്റ. രണ്ടെണ്ണം നമുക്ക് ശരിക്കും അറിയാമല്ലേ? ഓപ്ഷൻ എയും അറിയാം, മറ്റത് സി ഡിയും നന്നായി എപ്പോഴും കേൾക്കുന്നതാണ്. ബാക്കി രണ്ടു വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ.
നെക്സ്റ്റ് വൺ, പരിക്രമണ തലത്തിൽ നിന്നും ഭൂമിയുടെ അക്ഷാംശ കോണീയ അളവാണ്. പരിക്രമണ തലത്തിൽ നിന്നും ഭൂമിയുടെ അക്ഷാംശ കോണീയ അളവാണ് എന്ത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് 66.5 ഡിഗ്രി. 66 ഡിഗ്രി. പരിക്രമണ തലത്തിൽ നിന്നും ഭൂമിയുടെ അക്ഷാംശീയ കോണീയ അളവാണ് 66 ഡിഗ്രി. ഭൂമിയുടെ അക്ഷാംശീയ കോണീയ അളവാണ് 66 ഡിഗ്രി. ഇപ്രാവശ്യം ജോഗ്രഫിയാണ് കയറിയേക്കുന്നത് അല്ലേ. നെക്സ്റ്റ് വൺ, ദേശീയ സാമ്പിൾ സർവേ ഓഫീസ് NSSO നടത്തുന്ന സർവേയുടെ ഭാഗമല്ലാത്തത്. ദേശീയ സാമ്പിൾ സർവേ ഓഫീസ് നടത്തുന്ന സർവേയുടെ ഭാഗമല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ദേശീയ കുടുംബാരോഗ്യ സർവേ. ദേശീയ കുടുംബാരോഗ്യ സർവേ ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, ഉദാരവൽക്കരണ നയത്തിൽ കീഴിൽ സർക്കാർ ആരംഭിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഏതൊക്കെയാണ്? ഉദാരവൽക്കരണ നയത്തിന് കീഴിൽ സർക്കാർ ആരംഭിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് വ്യവസായിക ധനകാര്യ മേഖലകളിലെ പരിഷ്കാരങ്ങൾ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവിലാണ്? ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്? ആൻസർ ഓപ്ഷൻ ഡി 4 പഞ്ചവത്സര പദ്ധതി. ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് 4 പഞ്ചവത്സര പദ്ധതി. 4 പഞ്ചവത്സര പദ്ധതിയാണ്. നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഇനി പറയുന്ന ശ്രേണികളിൽ ശരിയായത് ഏതാണ്? ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടിക. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ആൻസർ ഓപ്ഷൻ സി ആണ് മധ്യപ്രദേശ്, പഞ്ചാബ്, ബീഹാർ. മധ്യപ്രദേശ്, പഞ്ചാബ്, ബീഹാർ. മധ്യപ്രദേശ്, പഞ്ചാബ്, ബീഹാർ. ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ നീതി ആയോഗിൻ്റെ പ്രവർത്തന പരിധിയിൽ വരാത്തത് ഏതാണ്? നീതി ആയോഗിൻ്റെ പ്രവർത്തന പരിധിയിൽ വരാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ഗ്രാമതലത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. നീതി ആയോഗ് അല്ലേ, പ്രവർത്തനത്തിൽ വരാത്തത് എന്താണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ് ഗ്രാമതലത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. നെക്സ്റ്റ് വൺ, ഏത് ഇന്ത്യൻ പൊതുമേഖലാ ബാങ്കാണ് അടുത്തിടെ മറ്റൊന്നുമായി ലയിപ്പിച്ച് ആസ്തിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ബാങ്കായി മാറിയത്? ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ബാങ്കായി മാറിയത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ബാങ്ക് ഓഫ് ബറോഡ. ബാങ്ക് ഓഫ് ബറോഡ. ബാങ്ക് ഓഫ് ബറോഡയാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ബാങ്കായി മാറിയത്. ഏതാണിപ്പോൾ? ബാങ്ക് ഓഫ് ബറോഡ. ഓപ്ഷൻ ഡി ബാങ്ക് ഓഫ് ബറോഡ. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ സർക്കാരിൻ്റെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭം ലക്ഷ്യമിടുന്നത് എന്താണ്? മേക്ക് ഇൻ ഇന്ത്യ സംരംഭം ലക്ഷ്യമിടുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ എ ഇന്ത്യൻ നിർമ്മാണ മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക. നേരിട്ടുള്ള വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് മേക്ക് ഇൻ ഇന്ത്യ. നെക്സ്റ്റ് വൺ, ഒരു രാഷ്ട്രത്തിൻ്റെ ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഒരു രാഷ്ട്രത്തിൻ്റെ ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ആ രാജ്യത്തിൻ്റെ തീരത്തിൽ നിന്നും 12 നോട്ടിക്കൽ മൈലിനപ്പുറത്തുള്ള സമുദ്രമേഖലയാണ്. രാജ്യത്തിൻ്റെ തീരത്തിൽ നിന്നും 12 നോട്ടിക്കൽ മൈൽ അപ്പുറമുള്ള സമുദ്രമേഖലയാണെന്ത്? ഒരു രാഷ്ട്രത്തിൻ്റെ ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടാത്തത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്തത്, ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ഘടകത്തിൽ ഉൾപ്പെടുത്താനാവാത്തത് എന്താണ്? ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ഘടകത്തിൽ ഉൾപ്പെടുത്താനാവാത്തത് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ജനാധിപത്യം. ഓപ്ഷൻ ബി ജനാധിപത്യം. അടുത്തത്, താഴെ പറയുന്ന അവകാശങ്ങളിൽ രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന ഗണത്തിൽ പെടുന്നത് ഏതൊക്കെയാണ്? രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന ഗണത്തിൽ പെടുന്നത് ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് 1, 2, 4. 1, 2, 4.
ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം, ഗവൺമെൻറ്റിനെ വിമർശിക്കാനുള്ള അവകാശം, സാർവത്രിക പ്രായപൂർത്തി, വോട്ടവകാശം. ഒരാളിൽ രാഷ്ട്രീയ അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഔദ്യോഗിക സ്ഥാനം വഹിക്കാനുള്ള അവകാശമുണ്ട്, ഗവൺമെൻറ്റിനെ വിമർശിക്കാനുള്ള അവകാശമുണ്ട്, സാർവത്രിക പ്രായപൂർത്തി, വോട്ടവകാശം. നെക്സ്റ്റ് വൺ, ഉദ്യോഗസ്ഥ വൃന്ദം ഒരു ഗവൺമെൻറ്റിൻ്റെ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഉദ്യോഗസ്ഥ വൃന്ദം ഒരു ഗവൺമെൻറ്റിൻ്റെ ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കാര്യനിർവഹണ വിഭാഗം. കാര്യനിർവഹണ വിഭാഗം, ഓപ്ഷൻ ബി ആണ് ആൻസർ. കാര്യനിർവഹണ വിഭാഗം, ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ ഏതെല്ലാം? രാജ്യസഭയുമായി ബന്ധപ്പെട്ട തെറ്റ് പ്രസ്താവന എന്തൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. തെറ്റായ വസ്തുതകൾ ഏതൊക്കെയെന്ന് ചോദിച്ചെന്ന് പറയാം. ഇതിൽ 2, 3, 4 തെറ്റാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, ആൻസർ ഇവിടെ ഓപ്ഷൻ സി ആണ്. പ്രൊഫഷണൽ കീ പറയുന്നതുകൊണ്ട് മാത്രം നമുക്ക് ആൻസർ മാത്രം ഇപ്പോൾ പറയാം. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചേക്കുന്നത്. നെക്സ്റ്റ് വൺ, ശ്രീ വി മുരളീധരൻ MP കേന്ദ്ര ഗവൺമെൻറ്റിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്ന മന്ത്രിസ്ഥാനമാണ് കൈകാര്യം ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, സഹമന്ത്രി. ശ്രീ വി മുരളീധരൻ MP സഹമന്ത്രിയായി കൈകാര്യം ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, സുപ്രീം കോടതിയെ ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതാണ്? സുപ്രീം കോടതി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 3 ഓപ്ഷൻ സി 1, 3 ശരിയായ പ്രസ്താവന. ജസ്റ്റിസ് ഹരിലാൽ ജെ കനിയ ആയിരുന്നു സ്പീക്കറുടെ, സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. പിന്നെ മൂന്നാമത്തെ പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണിത്. 1, 3 ആൻസർ. മീൻസ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എടുത്തത്. ഈ സഞ്ജീവിനി പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി നടപ്പാക്കിയത് ഏത് സംസ്ഥാനത്താണ്? ഈ സഞ്ജീവിനി പദ്ധതി എവിടെയാണ് ആദ്യമായി നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കേരളം. സഞ്ജീവിനി പദ്ധതി കേരളം. നെക്സ്റ്റ് വൺ, താഴെ പറഞ്ഞവയിൽ ഏത് പദ്ധതിയിലൂടെയാണ് പട്ടികവർഗക്കാരുടെ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി പ്രതിമാസ ധനസഹായം ലഭിക്കുന്നത്? പ്രതിമാസ ധനസഹായം ലഭിക്കുന്നത് എവിടെയാണ്? ഏത് പദ്ധതിയാണ് ഉദ്ദേശിക്കുന്നത്? ഏത് പദ്ധതിയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ജനനി ജന്മരക്ഷ. ജനനി ജന്മരക്ഷ. പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടി അമ്മമാർക്കും കുട്ടികൾക്കും കൊടുക്കുന്ന പദ്ധതി എന്തായിരുന്നു? ജനനി ജന്മരക്ഷ. ജനനി രക്ഷിക്കുക. നെക്സ്റ്റ് വൺ, കല്ലൻ പൊക്കുടൻ പരിസ്ഥിതി സംരക്ഷണത്തിനായി ഏത് മേഖലയിലാണ് പ്രമുഖ സാന്നിധ്യമായിരുന്നത്? കല്ലൻ പൊക്കുടൻ പരിസ്ഥിതി സംരക്ഷണത്തിനായി ഏത് മേഖലയിലാണ് പ്രമുഖ സാന്നിധ്യമായിരുന്നത്? ഏത് മേഖലയാണ് ചോദിച്ചേക്കുന്നത്? ആൻസർ നമുക്കെന്ന് പറയാം, ഓപ്ഷൻ ബി ആണ്. ഏത് മേഖലയാണ്? കണ്ടൽക്കാടുകളുടെ സംരക്ഷണം. ഏത് മേഖലയാണ്? കണ്ടൽക്കാടുകൾ. ഓപ്ഷൻ ബി, കണ്ടൽക്കാടുകളുടെ സംരക്ഷണം. കല്ലൻ പൊക്കുടൻ ഏത് മേഖലയാണ്? കണ്ടൽക്കാടുകളുടെ സംരക്ഷണം. ഇപ്പോഴത്തെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അധ്യക്ഷൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ശ്രീ കെ രാജൻ, ശ്രീ പി പ്രസാദ്, ഡോക്ടർ വി വേണു IAS, ശ്രീ പിണറായി വിജയൻ അല്ലേ? സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അധ്യക്ഷൻ ആരാണ്? ഓൾറെഡി ആര് തന്നെയാണത്? ശ്രീ പിണറായി വിജയൻ. മുഖ്യമന്ത്രി ആയിരിക്കും എന്നുള്ളതാണ് അല്ലേ? ശ്രീ പിണറായി വിജയനാണ് ദുരന്ത നിവാരണ അതോറിറ്റി അധ്യക്ഷൻ, ശ്രീ പിണറായി വിജയൻ. നെക്സ്റ്റ് വൺ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധമില്ലാത്ത വസ്തുതകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 4 ബന്ധമില്ലാത്ത പ്രസ്താവനകൾ. ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 4 ബന്ധമില്ലാത്തത്. ആൻസർ ഓപ്ഷൻ സി. നെക്സ്റ്റ് വൺ, തെളിനീരൊഴുകും നവകേരളം പദ്ധതി ലക്ഷ്യമിടുന്നത് എന്താണ്? തെളിനീര് അല്ലേ? വായിക്കുമ്പോഴൊക്കെ ആൻസർ കിട്ടാം. ആൻസർ ഓപ്ഷൻ ബി, സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമുക്തമാക്കാൻ. സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമുക്തമാക്കുക എന്നാണ് തെളിനീരൊഴുകും നവകേരളം പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. നെക്സ്റ്റ് വൺ, ഒന്നായി മുന്നേറാം എന്ന വാക്യം ഏത് ഉദ്യമത്തിൻ്റെ ലോഗോയോടൊപ്പമാണ് കാണുന്നത്? ഒന്നായി മുന്നേറാം എന്ന വാക്യം ഏത് ഉദ്യമത്തിൻ്റെ ലോഗോയോടൊപ്പമാണ് കാണുന്നത്? ആൻസർ ഓപ്ഷൻ എ, കുടുംബശ്രീ.
ഓപ്ഷൻ എ കുടുംബശ്രീ. ഒന്നായി മുന്നേറാം കുടുംബശ്രീയാണ്. നെക്സ്റ്റ് വൺ, മസ്തിഷ്കത്തിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേഷകത്തിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം ശരീരത്തിന് വിറയൽ, പേശികളുടെ ക്രമരഹിതമായ ചലനം, ശരീരത്തുലന നില നഷ്ടമാവുക എന്നീ അവസ്ഥകൾ കാണപ്പെടുന്നു. ഇത് ഏത് രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, പാർക്കിൻസൺസ്. ഓപ്ഷൻ ബി പാർക്കിൻസൺ. ഡോപ്പാമിൻ ഓർക്കുമ്പോൾ പാർക്കിൻസൺസ് എഴുതാം. ഓപ്ഷൻ ബി. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ തൊഴിൽജന്യ രോഗം അല്ലാത്തത് ഏതാണ്? തൊഴിൽജന്യ രോഗം അല്ലാത്തത് ഏതാണ്? സിലിക്കോസിസ് ഉണ്ട്, സോറിയാസിസ് ഉണ്ട്, ന്യൂമോകോണിയോസിസ് ഉണ്ട്, ആസ്ബറ്റോസിസ് ഉണ്ട്. ഇതിൽ തൊഴിൽ മുഖേന ഉണ്ടാകുന്ന രോഗം അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആൻസർ ഓപ്ഷൻ ബി സോറിയാസിസ് അല്ലേ? സോറിയാസിസ് ആണ്. കരൾ രോഗം സോറിയാസിസ് ആണ്. നെക്സ്റ്റ് വൺ, ഈ ക്വസ്റ്റ്യൻ, മനുഷ്യശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന ശ്വേതരക്താണുക്കൾ ഏതൊക്കെയാണ്? ആൻസർ ഇവിടെ ഓപ്ഷൻ സി ആണ്, മോണോസൈറ്റും ന്യൂട്രോഫിലുമാണ്. ഈ ക്വസ്റ്റ്യൻ എനിക്ക് അവകാശപ്പെടാം എന്ന് പറഞ്ഞാൽ തൊട്ട് മുന്നത്തെ വീഡിയോ, അതായത് ബയോളജി ഒരു 5-6 ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് എക്സ്പ്ലനേഷൻസുമായി തൊട്ട് ദിവസം ഫ്രൈഡേ ആണ് ഞാൻ ഇട്ടത് വീഡിയോ. അന്ന് മറ്റൊരു ക്വസ്റ്റ്യൻ്റെ അനുബന്ധമാണെന്ത്? മോണോസൈറ്റ് വരിക എന്നുള്ളത്. ന്യൂട്രോഫിലും ഉണ്ട്. ആ സമയത്ത് ഞാൻ മോണോസൈറ്റ് ഫാഗോസൈറ്റസ് എന്നൊരു എൻ്റെ ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരൊക്കെ കണ്ടു എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. പക്ഷേ ഇട്ടത് ലേറ്റായിപ്പോയി. ഫ്രൈഡേ ആണ് ഞാൻ ഇടുന്നത്. എല്ലാവരിലേക്ക് എത്താനും പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സോറി. കാരണം ഈ ഒരു കണ്ടൻറ്റ് ഒരു മാർക്ക് ആർക്കെങ്കിലും കിട്ടിയാലും വളരെ പ്രയോജനമില്ല നമുക്ക്. പക്ഷേങ്കിൽ ഞാനത് ക്വസ്റ്റ്യൻ എടുത്തു, റെഫർ ചെയ്ത് എക്സ്പ്ലെയിൻ ഇട്ടിരുന്നു. അതിൽ വേറൊരു ക്വസ്റ്റ്യനാണ്. പക്ഷേ ഈ ന്യൂട്രോഫിലും മോണോസൈറ്റും ബേസോഫിൽസും ഒക്കെ ആൻസർ ഇവിടെ ന്യൂട്രോഫിലായിരുന്നു അവിടുത്തെ ആൻസർ. പക്ഷേങ്കിൽ കൂടെ മോണോസൈറ്റൊക്കെ വന്നപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു? എല്ലാം കൂടെ പറഞ്ഞു. ന്യൂട്രോഫിലും മോണോസൈറ്റും ഒക്കെ, മോണോസൈറ്റിൻ്റെ പടമൊക്കെ വരച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. പക്ഷെങ്കിൽ അത് വേണ്ടവർ എത്തിയില്ല. വളരെ സോറി ആയിപ്പോയി. ഓക്കെ, തൊട്ട് മുന്നത്തെ വീഡിയോ ആണിത്. അപ്പോൾ നമ്മളെടുത്ത ആൻസർ എന്താണ്? മോണോസൈറ്റും ന്യൂട്രോഫിലും. നെക്സ്റ്റ് വൺ, DDT പോലെയുള്ള കീടനാശിനികൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതല്ല, തൊട്ട് മുന്നത്തെ പരീക്ഷകൾ, അതായത് നമ്മുടെ LDC അല്ലാതെ മുന്നത്തെയുള്ള പരീക്ഷകൾ ചോദിച്ച ബയോളജിയുടെ ഓപ്ഷൻസിൽ നിന്ന് തന്നെ ആ എക്സ്പ്രഷൻ വഴി ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്ത് പഠിക്കുമ്പോൾ അതിൻ്റെ ഓപ്ഷൻസിനെ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ആൻസർ എഴുതാൻ പറ്റും. ഇനി LDC എഴുതുന്നവർ തന്നെ ശ്രദ്ധിക്കുക. അങ്ങനെ ഏത് ക്വസ്റ്റ്യൻ ആയാലും നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ അതിൻ്റെ ഓപ്ഷൻസിനുള്ള അതിനെ കൂടി പഠിച്ച് വെക്കണം. ഓപ്ഷൻസിനുള്ള ബാക്കി ഭാഗം കൂടി പഠിച്ച് വെക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ അതിന് ഉദാഹരണമാണ് ഈ വന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഞാൻ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. കാരണം നമ്മൾ തൊട്ട് മുന്നത്തെ വീഡിയോ പറഞ്ഞ ക്വസ്റ്റ്യൻ അല്ലേ, പഠിപ്പിച്ച കാര്യം വരുമ്പോൾ സന്തോഷമുണ്ട്. പക്ഷേ എല്ലാവരിലേക്കും എത്താൻ പറ്റുന്നുണ്ടാവുമെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അതിനകത്ത് എൻ്റെ മൊബൈലിന് കുറച്ച് റീച്ച് കുറവായിരുന്നു. ആ സമയത്തും ഫ്രൈഡേ ഇട്ടത് ഞാൻ എത്താൻ കുറച്ച് വൈകുമല്ലോ. എന്തായാലും എൻ്റെ കുഴപ്പം തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. DDT പോലെയുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പരിസ്ഥിതി ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് റേച്ചൽ കേഴ്സൺ എന്ന അമേരിക്കൻ ഗവേഷക പ്രസിദ്ധീകരിച്ച പുസ്തകം ഏതാണ്? ഇത് പ്രീവിയസ് ക്വസ്റ്റ്യനാണ് അല്ലേ? ആൻസർ ഓപ്ഷൻ ഡി ആണ്, നിശബ്ദ വസന്തം. ഇത് പ്രിലിംസിന് ചോദിച്ച് തഴമ്പിച്ച ക്വസ്റ്റ്യനാണ്. ആരും എഴുതും നിശബ്ദ വസന്തം, സൈലന്റ് സ്പ്രിങ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ്, സ്ഥൂലധാതുക്കൾ ഏതൊക്കെയാണ്? സ്ഥൂലധാതുക്കൾ ഇവിടെ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, കാൽസ്യം, പൊട്ടാസ്യം, ക്ലോറൈഡ്, സോഡിയം. സ്ഥൂലധാതുക്കൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, മാതാപിതാക്കൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയോ ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ വന്നാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ്? വിദ്യാഭ്യാസ ധനസഹായം കൊടുക്കുന്ന പദ്ധതിയാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, സ്നേഹപൂർവ്വം. ഓപ്ഷൻ സി ആണ്, സ്നേഹപൂർവ്വം. +2-നൊക്കെ തന്നെ ഒരു എപ്പോഴും സ്നേഹപൂർവ്വം ഉണ്ടോ? സ്നേഹം ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു ആൾക്കാരിങ്ങനെ, ടീച്ചേഴ്സ് ചോദിക്കുന്നു, നമ്മൾ ചോദിക്കുക അത്. നെക്സ്റ്റ്, പുൽമേടുകളും വന്യജീവികളെ സംരക്ഷിക്കുന്നതിനായി മഹാരാഷ്ട്രയിൽ വരുന്ന കൺസർവേഷൻ റിസർവ്. പുൽമേടുകളും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനായി മഹാരാഷ്ട്രയിൽ വരുന്ന കൺസർവേഷൻ റിസർവ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, അറ്റ് പാടി. അറ്റ് പാടി എന്നാണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, പരമ്പരാഗത വൈദ്യശാസ്ത്ര ഗവേഷണത്തിനുള്ള സഹകരണ കേന്ദ്രമായി WHO 2024 ജൂൺ 3 ആയുഷ് മന്ത്രാലയത്തിൻ്റെ സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദ സയൻസിന് CCRAS
കീഴിലുള്ള ഏത് യൂണിറ്റിനെയാണ് നിയോഗിച്ചത്? ആൻസർ ഓപ്ഷൻ സി ആണ് NIMH ഹൈദരാബാദ്. NIMH ഹൈദരാബാദ്. ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, പ്രകാശരശ്മി ഒരു പ്രശ്നത്തിൽ കൂടി കടന്നു പോകുമ്പോൾ 7 വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് ഏത്? ആൻസർ ഓപ്ഷൻ സി വിസരണം. 7 വർണ്ണമായി മാറുന്നതാണെന്ന് വിസരണം. നെക്സ്റ്റ് വൺ, ലോ ഓഫ് ഇനേർഷ്യ എന്നറിയപ്പെടുന്ന ന്യൂട്ടൻ്റെ ചലന നിയമം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ന്യൂട്ടൻ്റെ രണ്ടാം ചലന നിയമം. നെക്സ്റ്റ് വൺ, ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ പ്രവർത്തന തത്വം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് പാസ്കൽസ് നിയമം. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നെക്സ്റ്റ് വൺ, ട്രെയിൻ 18 എന്നറിയപ്പെടുന്ന എക്സ്പ്രസ് ട്രെയിൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി വന്ദേ ഭാരത്. നെക്സ്റ്റ് വൺ, ചന്ദ്രയാൻ 3ൻ്റെ ലാൻഡറിൻ്റെ പേരെന്താണ്? ചന്ദ്രയാൻ 3യുടെ ലാൻഡറിൻ്റെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ എ വിക്രം. അത് പ്രീവിയസ് തന്നെയാണ്. ആധുനിക ആവർത്തന പട്ടികയിലെ അറ്റോമിക് നമ്പർ ഏറ്റവും കൂടിയ മൂലകത്തിൻ്റെ പേരെന്താണ്? അറ്റോമിക് നമ്പർ ഏറ്റവും കൂടിയ മൂലകത്തിൻ്റെ പേരെന്താണ്? ഓർഗനൈസൺ. നെക്സ്റ്റ്, ഏത് നിശ്ചിത അനുപാതത്തിൽ ഏതെല്ലാം ഗാഢ ആസിഡുകൾ ചേർത്താണ് അക്വാ റീജിയൻ നിർമ്മിക്കുന്നത്? അക്വാ റീജിയൻ ലഭിക്കുക അതിൻ്റെ അനുപാതം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് HNO3 1ഉം 3 HCl, നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, ശാസ്ത്രജ്ഞനും അവർ മൂലകങ്ങളെ വർഗീകരിച്ചിരിക്കുന്ന ബന്ധവും താഴെ നൽകിയിരിക്കുന്നു. ഇതിൽ ഏറ്റവും ശരിയായത് തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. അല്ലേ? ഹെൻറി മോസ്ലി അറ്റോമിക് നമ്പർ, ദെൻ മെൻഡലിയഫ് അറ്റോമിക മാസ്, ന്യൂലാൻഡ്സ് അഷ്ടക നിയമം, അല്ലേ? ഡൊബറൈനർ തൃകങ്ങൾ. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, അല്ലേ? ഡൊബറൈനർ തൃകങ്ങൾ എന്നുള്ള കുറേ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. നെക്സ്റ്റ് വൺ, ഏറ്റവും കാഠിന്യമുള്ള ലോഹം ഏതാണ്? ഏറ്റവും കാഠിന്യമുള്ള ലോഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഏറ്റവും കാഠിന്യമുള്ള ലോഹം ഏതാണ്? ഓപ്ഷൻ സി ക്രോമിയമാണ്. ലോഹമാണ് ക്രോമിയം. നെക്സ്റ്റ് വൺ, താഴ്ത്തിരിക്കുന്ന ഗ്രാഫുകളിൽ ഏതാണ് ബോയിൽ നിയമം അനുശാസിക്കുന്നത്? ബോയിൽ നിയമം ഈ പടം തന്നെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. താഴെ നൽകിയിരിക്കുന്നവയിൽ SK പൊറ്റക്കാടിൻ്റെ രചനകൾ മാത്രം ഉൾപ്പെട്ടത് ഏതാണ്? SK പൊറ്റക്കാടിൻ്റെ രചനകൾ മാത്രം ഉൾപ്പെട്ടത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് വിഷകന്യക, ചന്ദ്രകാന്തം, ബാലിദ്വീപ്, എൻ്റെ വഴിയമ്പലങ്ങൾ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഋഷിശൃംഖനും അലക്സാണ്ടറും എന്ന നാടകം രചിച്ചത് ആരാണ്? ഋഷിശൃംഖനും അലക്സാണ്ടറും എന്ന നാടകം രചിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് വൈലോപ്പള്ളി ശ്രീധരമേനോൻ. വൈലോപ്പള്ളി ശ്രീധരമേനോനാണ് ഋഷിശൃംഖനും അലക്സാണ്ടറും. ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ ത്രോ മത്സരത്തിൽ സുവർണ്ണ നേട്ടം കൈവരിക്കുവാൻ താണ്ടിയ ദൂരം എത്രയാണ്? ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ ത്രോ മത്സരത്തിൽ സുവർണ്ണ നേട്ടം കൈവരിക്കുവാൻ താണ്ടിയ ദൂരം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി 87.58 മീറ്റർ, അല്ലേ? ഇതൊക്കെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആവും. നെക്സ്റ്റ് വൺ, ഗബ്രിയേൽ ഗാർസിയ മാർക്കസിൻ്റെ മരണാനന്തരം പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിൻ്റെ നോവൽ എന്താണ്? അദ്ദേഹത്തിൻ്റെ നോവൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി അണ്ടിൽ ഓഗസ്റ്റ്. ഗബ്രിയേൽ ഗാർസിയ മാർക്കസ്, അണ്ടിൽ ഓഗസ്റ്റ്. അന്താരാഷ്ട്ര ഫീച്ചർ സിനിമ വിഭാഗത്തിൽ 2024 ഓസ്കാർ പുരസ്കാരം ലഭിച്ച സിനിമ ഏതായിരുന്നു? 2024 ഓസ്കാർ പുരസ്കാരം ലഭിച്ച സിനിമ ഏതായിരുന്നു? ആൻസർ ഓപ്ഷൻ സി ദി സോൺ ഓഫ് ഇൻട്രസ്റ്റ്. ഓപ്ഷൻ സി ആണ് ആൻസർ, ദി സോൺ ഓഫ് ഇൻട്രസ്റ്റ്. നെക്സ്റ്റ് വൺ, നന്മകൾ കണ്ടത് ചൊല്ലാൻ നാക്കിന് കഴിയട്ടെ, തിന്മകൾ കണ്ടാൽ കൊത്തിക്കീറാൻ കൊക്കിന് കഴിയട്ടെ. ഈ വരികൾ രചിച്ച കവി ആരാണ്? വേറെ ആരുമല്ല, ആരാണ്? അയ്യപ്പ പണിക്കർ, അല്ലേ? നന്മകൾ കണ്ടത് ചൊല്ലാൻ നാക്കിന് കഴിയട്ടെ, തിന്മകൾ കണ്ടാൽ കൊത്തിക്കീറാൻ കൊക്കിന് കഴിയട്ടെ. നമ്മളെ കൊണ്ട് കഴിയില്ല, അല്ലേ? എന്നാണ് പറഞ്ഞു വരുന്നത്. അയ്യപ്പ പണിക്കറാണ്. നന്മകൾ കണ്ടാൽ നല്ലത് വേണം, അല്ലേ? നല്ലത് പറയണം,
തിന്മ കണ്ട എതിർക്കുകയും വേണം. ഓക്കെ, അയ്യപ്പ പണിക്കർ. നെക്സ്റ്റ്, രചയിതാക്കളെയും രചനകളെയും ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഒരു നെറ്റ്വർക്ക് ഹബിൻ്റെ കാര്യത്തിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? നെറ്റ്വർക്ക് ഹബിൻ്റെ കാര്യത്തിൽ ആൻസർ ഓപ്ഷൻ സി ആണ്. ഒന്ന് മാത്രമാണ് ശരിയായ പ്രസ്താവന. ഓപ്ഷൻ സി ആണ്, ഒന്ന് മാത്രം ശരിയായ പ്രസ്താവന. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിൽ സങ്കീർണമായ കണക്കൂട്ടലുകൾ നടത്തുന്നതിൽ എളുപ്പവഴി ഏതാണ്? സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിൽ എളുപ്പവഴി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഫങ്ഷൻസ് ആണ് ആൻസർ. ഒരു വയർലെസ് റൂട്ടറിൻ്റെ പരിധി വിപുലീകരിക്കാൻ താഴെ പറയുന്ന ഏത് ഉപകരണമാണ് സഹായിക്കുക? ആൻസർ ഓപ്ഷൻ എ, വയർലെസ് റിപ്പീറ്റർ. നെക്സ്റ്റ് വൺ. ഒരു പോയിൻറ്റിംഗ് ഇൻപുട്ട് ഡിവൈസ് ഉദാഹരണം ഏതാണ്? ഉദാഹരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, മൗസ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ ഏതാണ്? ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ ഏതാണ്? ഗൂഗിൾ ക്രോം ആണ്. അടുത്തത്, പോക്സോ നിയമത്തിലെ ഏത് വകുപ്പാണ് കുട്ടിയെ അശ്ലീല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? അശ്ലീല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, വിഭാഗം 14. ഓപ്ഷൻ ഡി. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം സ്ഥാപിതമായ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ പ്രാഥമിക പ്രവർത്തനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ സംരക്ഷിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും വേണ്ടിയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. നെക്സ്റ്റ് വൺ. DV നിയമത്തിലെ ഏത് വകുപ്പാണ് ഗാർഹിക പീഡനത്തെ നിർവചിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ദേശീയ മനുഷ്യാവകാശ നിയമം. 66 DV നിയമത്തിലെ ഏത് വകുപ്പാണ് ഗാർഹിക പീഡനത്തെ നിർവചിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. മാർക്ക് ചെയ്ത് മാറി കേട്ടോ. ഓപ്ഷൻ ബി, വിഭാഗം 3. DV നിയമത്തിൽ ആൻസർ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് 66 കഴിഞ്ഞ് 67 ആണ്. ഇനി ഏത് നിയമപ്രകാരമാണ് NHRC സ്ഥാപിതമായത്? NHRC അല്ലേ, ദേശീയ ഹ്യൂമൻ റൈറ്റ്സിൽ. ആൻസർ ഓപ്ഷൻ എ ആണ്, മനുഷ്യാവകാശ സംരക്ഷണ നിയമം 93. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഇത്രയോ പ്രാവശ്യം നമ്മൾ 93 മനുഷ്യാവകാശം വെച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ. നെക്സ്റ്റ് വൺ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളവർക്ക് അതൊക്കെ എളുപ്പമാണ്, ഒരു പകുതി ക്വസ്റ്റ്യൻസ് അല്ലേ. 68. നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ ഒരു അപേക്ഷ സ്വീകരിക്കുവാൻ വിസമ്മതിച്ചതിന് അല്ലെങ്കിൽ വിവരങ്ങൾ നൽകാത്തതിന് ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് PIO ഇൻഫർമേഷൻ കമ്മീഷന് ചുമത്താവുന്ന പരമാവധി ശിക്ഷ എന്താണ്? എത്ര രൂപയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 25,000. ഇനി വിവരാവകാശ സംരക്ഷണ നിയമപ്രകാരം ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണർ, ഇൻഫർമേഷൻ കമ്മീഷണർമാർ എന്നിവരുടെ പരമാവധി കാലാവധി എത്രയാണ്? കാലാവധി എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെ. ഏതാണോ ആദ്യം അത് 5 വർഷം. ആൻസർ ഓപ്ഷൻ ബി ആണ്. ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു പരാതിയുടെ അന്വേഷണ സമയത്ത് വിവരാവകാശ കമ്മീഷന് എന്ത് അധികാരമാണുള്ളത്? ഒരു പരാതിയുടെ അന്വേഷണ സമയത്ത് വിവരാവകാശ കമ്മീഷന് എന്ത് അധികാരമാണ് ഉള്ളത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയല്ല, എല്ലാ അധികാരങ്ങളും ഉണ്ട്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് വൺ. 3 പെൻസിലിനും 4 പേനയ്ക്കും കൂടി 66 രൂപയാണ് വില. 6 പെൻസിലിനും 3 പേനയ്ക്കുമാണെങ്കിൽ 72 രൂപയും. എങ്കിൽ ഒരു പേനയുടെ വില എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. കണക്ക് കുഴപ്പമില്ലായിരുന്നു തോന്നുന്നല്ലേ. നെക്സ്റ്റ് വൺ. തീവണ്ടിയിൽ 360 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യാൻ 4 മണിക്കൂർ 30 മിനിറ്റ് എടുത്തു എങ്കിൽ തീവണ്ടിയുടെ ശരാശരി വേഗം എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 80 കിലോമീറ്റർ പെർ മണിക്കൂർ. താഴെ തന്നിരിക്കുന്ന ഭിന്നസംഖ്യയിൽ ഏറ്റവും വലുത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് വൺ. വീടിന് ചായം തേക്കുമ്പോൾ 24 ലിറ്റർ ചായത്തിൻ്റെ കൂടെ 3 ലിറ്റർ ടർപ്പൻറ്റൈൻ ചേർത്തത്. 32 ലിറ്റർ ചായത്തിൻ്റെ കൂടെ എത്ര ലിറ്റർ ടർപ്പൻറ്റൈൻ ചേർക്കണം?
ആൻസർ ഓപ്ഷൻ ബി ആണ് 4 ലിറ്റർ. ഇതൊക്കെ നമ്മുടെ പഴയ ക്വസ്റ്റ്യൻസിലെ ആ ടൈപ്പ് നമുക്ക് കിട്ടുകൊണ്ട് വലിയ കാര്യമായിപ്പം തോന്നും. ചെയ്തു എല്ലാവരും. 4 വർഷം മുൻപ് റഹീമിൻ്റെ പ്രായം രാമുവിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങായിരുന്നു. 2 വർഷം കഴിയുമ്പോൾ ഇത് 2 മടങ്ങാകും. എന്നാൽ രാമുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 6. ഉചിതമായ ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഒറ്റയാനെ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് വൺ. 2 സംഖ്യയിൽ ആദ്യത്തേത് രണ്ടാമത്തതിൻ്റെ 5 ഇരട്ടിയാണ്. സംഖ്യകളുടെ തുക 96 ആയാൽ ചെറിയ സംഖ്യ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഒരാൾ തൻ്റെ വീട്ടിൽ നിന്ന് 300 കിലോമീറ്റർ തെക്കോട്ട് നടന്നു. പിന്നീട് ഇടത്തോട്ട് തിരിഞ്ഞ് 100 മീറ്റർ പോയ ശേഷം വലത്തോട്ട് തിരിഞ്ഞ് 200 മീറ്റർ സഞ്ചരിച്ച് വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 100 മീറ്റർ നടന്നാൽ അയാൾ വീട്ടിൽ നിന്നും എ ദിശയിൽ എത്ര അകലെ ആയിരിക്കും? എ ദിശയിൽ എത്ര അകലെ ആയിരിക്കും? ആൻസർ ഓപ്ഷൻ ഡി ആണ് 500 മീറ്റർ തെക്ക്. നെക്സ്റ്റ് വൺ. ക്ലോക്കിലെ സമയം 5:10 ആയാൽ പ്രതിബിംബത്തിലെ സമയം എന്തായിരിക്കും? ആൻസർ ഓപ്ഷൻ എ ആണ് 6.650 ആയിരിക്കും. നെക്സ്റ്റ് വൺ. ഹി കെയിം ഏർലി. യൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ആൻസർ ഓപ്ഷൻ സി ആണ് ഡിഡിൻറ്റ് ഹി. ഓക്കെ. ഇഫ് ഐ പ്രിപ്പേർഡ് വെൽ ഐ ഡാഷ് ദ പ്രോജക്റ്റ്. ആൻസർ ഓപ്ഷൻ ഡി ആണ് വുഡ് കംപ്ലീറ്റ്. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഡാഷ് വിത്ത് മീ യെസ്റ്റർഡേ. വൺ ഓഫ് മൈ ഫ്രണ്ട്സ്. ആൻസർ ഓപ്ഷൻ എ വാസ്. നെക്സ്റ്റ്. ഐ ആം ഷുവർ ദാറ്റ് somebody was spying dashes. Choose the correct preposition. Spying dashes. 84ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് ഓൺ. നെക്സ്റ്റ് വൺ. ദേ സെഡ് വി അറൈവ്ഡ് ലേറ്റ്. ചേഞ്ച് ദ സ്പീച്ച്. അല്ലേ? ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. ദേ സെഡ് ദാറ്റ് ദേ ഹാഡ് അറൈവ്ഡ് ലേറ്റ്. ഓപ്ഷൻ സി. നെക്സ്റ്റ് വൺ. വിച്ച് ഈസ് ദ സിനോണിം ഓഫ് ദി വേർഡ് റിസംബ്ലൻസ്? റിസംബ്ലൻസ് സിനോണിം എന്താണ്? ആൻസർ സിനോണിമാണ് ചോദിച്ചേക്കത് അല്ലേ? സിമിലാരിറ്റി. അതും എല്ലാവരും എഴുതും. ഐഡൻറ്റിഫൈ ദ മീനിങ് ഓഫ് ദി ഇഡിയം എ പീസ് ഓഫ് കേക്ക്. ആൻസർ ഓപ്ഷൻ ഡി വെരി ഈസി ടാസ്ക്. എ ഗ്രൂപ്പ് ഓഫ് മങ്കീസ് ഈസ് കോൾഡ്. ആൻസർ ഓപ്ഷൻ ഡി ട്രൂപ്പ്. ദ ഫിയർ ഓഫ് ദി ഡാർക്ക് ഈസ് നോൺ ആസ്. ഓപ്ഷൻ എ നിക്ടോഫോബിയ. റൈറ്റ് ദ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദി ആർട്ട് റിലേറ്റഡ് ടു ഡെക്കറേറ്റീവ് ആൻഡ് ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ്. ആൻസർ ഓപ്ഷൻ ബി കാലിഗ്രഫി. അതും അറിയാം എല്ലാവർക്കും അല്ലേ? കാലിഗ്രഫി എഴുതാൻ, റൈറ്റിംഗ് ആൻഡ് റീഡിങ് എഴുതാൻ പറ്റുന്നു. കാലിഗ്രഫി എഴുതാൻ പറ്റും. ഒറ്റപ്പദം എഴുതുക. ഉണർന്നിരിക്കുന്ന അവസ്ഥ. ആൻസർ ഓപ്ഷൻ ബി അല്ലേ? ജാഗരൂകരായിരിക്കുക. സിമ്പിളി ഒക്കെ എഴുതാൻ പറ്റും. തിരുവടി എന്ന പദം പിരിച്ചെഴുതിയാൽ. ആൻസർ ഓപ്ഷൻ എ ആണ് തിരു പ്ലസ് അടി. കുതികാൽ വെട്ടുക എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുതികാൽ വെട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? കുതികാൽ വെട്ടുക എന്ന് പറഞ്ഞാൽ ഇല്ലേ, അതും നമുക്ക് എഴുതാം. സാധാരണ ഒരാൾക്ക് അല്ലേ നമുക്ക് എഴുതാൻ പറ്റുന്നൊരു കാര്യമായിരുന്നു. ആൻസർ ഓപ്ഷൻ ബി ആണ് ഉയർച്ച തടയുക. പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ്? പൂജക ബഹുവചനം കോമൺലി ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. ആൻസർ വൈദ്യർ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ തെറ്റായ പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ആദരാഞ്ജലി. ഈ ഒരു വാക്ക്, ഈ രണ്ടെണ്ണം വൈദ്യറും ആദരാഞ്ജലിയും തന്നെ. ഈ ഞാൻ ബയോളജി തൊട്ട് മുന്നേ ഒരു 50 ക്വസ്റ്റ്യൻ മലയാളം ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലിത് രണ്ടുമുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് സന്തോഷിക്കാം. കാരണം നമ്മളൊരു 6th സെൻസ് എന്നൊക്കെ പറയില്ലേ, അത് വെച്ചാണ് നമ്മളൊരു ക്വസ്റ്റ്യൻ മറ്റു രണ്ടതിനെ അപേക്ഷിച്ചിടുന്നത്. അപ്പോൾ അത് കണ്ടിട്ടുള്ളവർക്കത് എഴുതാൻ പറ്റും. ഒക്കെ റയറായിട്ടാണ് ആദരാഞ്ജലികൾ എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പർ അതെല്ലാം തന്നെ 24 ഈ വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ അതിൻ്റെ മലയാളം കട്ടിങ് എടുത്തിട്ടതാണ്. അപ്പോൾ അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതെന്ന് ആലോചിക്കുക. അപ്പോൾ ഇനി എക്സാം എഴുതുന്നവരെങ്കിൽ പോലും ആ മലയാളം ക്വസ്റ്റ്യൻസ് അങ്ങനെ തന്നെ എടുത്ത് പഠിച്ചിട്ട് പോകണം എന്നുള്ളതാണ്. ഓക്കെ. പ്രാചീനം എന്ന പദത്തിൻ്റെ അത് മാത്രമല്ല, അത് കൂടെ ബാക്കിയും പഠിക്കണം. ഓക്കെ. പ്രാചീനം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി അർവാചീനം. അപ്പോൾ ഇത് പറയാൻ കാര്യം, ഈ ആദരാഞ്ജലി എന്ന് പറയുമ്പോൾ
ആദരാഞ്ജലി എനിക്ക് റെയർ തോന്നി, കാരണം ഞാനത് മനസ്സിലാക്കിയ ആദരാഞ്ജലി ഇങ്ങനെ ആയിരുന്നില്ല എഴുതേണ്ടത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ വന്നപ്പോൾ ഞാനത് ഇട്ടു എന്നുള്ളതാണ്. ആ ക്വസ്റ്റ്യൻ തന്നെ എടുത്തുള്ളത് അതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. മഞ്ഞെന്ന് അർത്ഥം വരാത്ത പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, നിധനം. ഇത് പ്രീവിയസ് ആണ്. നെക്സ്റ്റ്, വിഗ്രഹാർത്ഥം എഴുതുക. പാദപങ്കജം. ആൻസർ ഓപ്ഷൻ എ, പാദമാകുന്ന പങ്കജം. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന ആശയം ലഭിക്കുന്ന ചൊല്ല് താഴെ പറയുന്നവയിൽ നിന്നും എടുത്തെഴുതുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്, മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം. ചേർത്തെഴുതുക. കടൽ പ്ലസ് പുറം. ആൻസർ ഓപ്ഷൻ സി ആണ്, കടപ്പുറം. ശരിക്കും പറഞ്ഞാൽ ഇത് എക്സാം കുറച്ച് പ്രീവിയസിൻ്റെ കുറേ അധികം ആധിക്യം വന്നിട്ടുണ്ട് അല്ലേ. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നന്നായിട്ടുണ്ട്. കാരണം ഇപ്പം ഞാൻ തന്നെ പറഞ്ഞിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് കുറേ ഉണ്ട്. തൊട്ട് മുന്നേ ഇടുന്ന 2 വീഡിയോസ് നല്ല ക്വസ്റ്റ്യൻസ്, എനിക്കൊരു 5 ക്വസ്റ്റ്യൻസ് അവകാശപ്പെടാം ശരിക്കും കേട്ടോ. പക്ഷേ അതെത്ര പോയി എന്നുള്ളത് എനിക്കറിയില്ല, ഞാനത് നോക്കിയില്ല. കാരണം നമ്മൾ കണ്ടൻറ്റ് ഇടുക എന്നുള്ളത് മാത്രം, വേറെ കുറച്ച് പരിപാടി കൂടെ നമുക്കുള്ളത് കൊണ്ട് ഇതിങ്ങനെ ഇടുന്നു, എത്ര വ്യൂസ് ഉണ്ടെന്ന് നോക്കാനുള്ളൊരു. പക്ഷേങ്കിൽ ഇടുക എന്നുള്ളത്, ക്വസ്റ്റ്യൻ ഇടുക എന്നുള്ളത് പഠിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഡ്യൂട്ടി ആയിപ്പോയി. അതുകൊണ്ട് ഇതിന് ഇടുന്നുണ്ട് കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് എക്സാം എഴുതുന്നവർ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയാലും മലയാളത്തിലായാലും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കണം. കാരണം അതുപോലെ വരുന്നു. ഇപ്പോൾ വൈദ്യർ എന്നുള്ളതായാലും ആദരാഞ്ജലി ആയാലും അതേപോലെ വരുന്നു അല്ലേ. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നമുക്ക് നല്ല പരിചയമുള്ളപ്പോൾ നമുക്ക് കാണുമ്പോൾ വേഗം എഴുതാൻ പറ്റും. സോ നെക്സ്റ്റ് എക്സാം ഉള്ളവർ നന്നായി അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ് മീ. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.